മെക്സിക്കോയിലെ വരണ്ടതും പൊടി നിറഞ്ഞതുമായ ഒരു ചെറിയ ഗ്രാമം. കടുത്ത ചൂടിൽ ആ ഗ്രാമത്തിലെ മൺപാതയിലൂടെ നിരവധി ആളുകൾ നിലത്തുകൂടി ഇഴഞ്ഞു നീങ്ങുകയാണ്. സാന്റാ മ്യൂട്ടെ എന്ന് വിളിക്കുന്ന മരണത്തിന്റെ ദേവനെ പ്രീതിപ്പെടുത്താനും തങ്ങളുടെ ശത്രുക്കളെ ഇല്ലാതാക്കാൻ സഹായിക്കാനുമുള്ള ഒരു പ്രാർത്ഥനാ രൂപമായിരുന്നു അത്. അപ്പോഴാണ് അവിടേക്കൊരു കാർ കടന്നു വന്നത്. കാർ അവിടെ നിർത്തിയതും അതിൽ നിന്നും തിളങ്ങുന്ന തലയോട്ടിയുടെ രൂപം പതിപ്പിച്ച ബൂട്ടുകളും വില കൂടിയ സ്യൂട്ടുകളും ധരിച്ച രണ്ടുപേർ പുറത്തിറങ്ങി. കാറിൽ നിന്നിറങ്ങിയ അവരെ ഗ്രാമവാസികൾ അത്ഭുതത്തോടെ നോക്കി നിന്നു. ചുറ്റുപാടും നോക്കിയ ശേഷം യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ അവർ രണ്ടുപേരും ആ പൊടിമണ്ണിലേക്ക് മുട്ടുകുത്തി വീണു. തങ്ങളുടെ വിലപിടിപ്പുള്ള സ്യൂട്ടുകൾ അഴുക്കാകുന്നതിനെക്കുറിച്ചോ കീറുന്നതിനെക്കുറിച്ചോ യാതൊരു ചിന്തയുമില്ലാതെ മറ്റുള്ളവർക്കൊപ്പം അവരും നിലത്തുകൂടി നിരങ്ങി നീങ്ങാൻ തുടങ്ങി. കടുത്ത ചൂടിൽ ആ മണ്ണിലൂടെ ഇഴഞ്ഞ് അവർ ആ ചെറിയ ആരാധനാലയത്തിന്റെ പടിവാതിൽക്കലെത്തി. നിരവധി മെഴുകുതിരികൾ കത്തിച്ചുവെച്ച സാന്റാ മ്യൂട്ടയുടെ രൂപമുള്ള ആ ചെറിയ വീടിനുള്ളിലേക്ക് അവർ കയറി. അവിടെയുള്ള അസ്ഥികൂടത്തിന്റെ രൂപത്തിന് മുന്നിലെത്തിയ ശേഷം അതിലൊരാൾ തന്റെ പോക്കറ്റിൽ നിന്നും ഒരു പേപ്പർ പുറത്തെടുത്തു. അത് നിവർത്തി ഭക്തിയോടെ ആ രൂപത്തിനു മുന്നിൽ വെച്ചു. കറുത്ത തൊപ്പിയും കൂളിംഗ് ഗ്ലാസും ധരിച്ച ഹൈസൻബർഗ് എന്ന സാക്ഷാൽ വാൾട്ടർ വൈറ്റിന്റെ ചിത്രമായിരുന്നു അത്. വാൾട്ടിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനും കൊല്ലാനുമുള്ള അവരുടെ നിശബ്ദമായ പ്രതിജ്ഞയായിരുന്നു അവരവിടെ നടത്തിയത്. അതേസമയം നഗരത്തിൽ നടന്ന ആ വലിയ വിമാനാപകടത്തിന്റെ വാർത്തകളും ദൃശ്യങ്ങളും ടിവിയിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. 167 പേർ മരിച്ച ദാരുണമായ അപകടത്തിന് കാരണം കഴിഞ്ഞ ദിവസം മകൾ മരണപ്പെട്ട വേദനയിൽ ജോലിക്ക് കയറിയ ഡൊണാൾഡിന്റെ അശ്രദ്ധയാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന മാധ്യമങ്ങൾ വേണ്ടത്ര വിശ്രമം നൽകാതെ അയാളെ ജോലിക്ക് തിരികെ എടുത്ത മേലുദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഇതെല്ലാം വീടിന് പുറത്തിരിക്കുന്ന വാൾട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. ദിവസങ്ങൾക്ക് മുൻപ് താൻ ബാറിൽ വെച്ച് പരിചയപ്പെട്ട ഡൊണാൾഡിന്റെ മകൾ ജെയിൻ മരിക്കാൻ കാരണം താനാണെന്ന സത്യവും മകൾ മരിച്ച വേദനയിൽ ആ മനുഷ്യന് പറ്റിയ അബദ്ധം കാരണം 167 പേർ മരിച്ചതും വാൾട്ടിനെ ആകെ തളർത്തിയിരുന്നു. ഒപ്പം വീട് വിട്ടിറങ്ങാൻ സ്കൈലർ തനിക്ക് നൽകിയ സമയം അന്ന് വൈകുന്നേരത്തോടെ അവസാനിക്കുമെന്നതും കൂടിയായപ്പോൾ വാൾട്ട് വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. എല്ലാത്തിനും കാരണം പണമുണ്ടാക്കാനുള്ള തന്റെ ആഗ്രഹമായിരുന്നു എന്ന് കരുതുന്ന വാൾട്ട് തന്റെ കയ്യിലുള്ള $5 ലക്ഷം മുഴുവൻ കത്തിച്ചു കളയാൻ തീരുമാനിച്ചു. ശേഷം മുഴുവൻ പണവും വാൾട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ആരംഭിച്ചു. എന്നാൽ ആ പണം പതിയെ കത്തിച്ചാമ്പലാകാൻ തുടങ്ങിയതും വാൾട്ടിന്റെ മനസ്സ് മാറി. താൻ ജീവൻ പണയം വെച്ചുണ്ടാക്കിയ പണം എന്തിനു നശിപ്പിക്കണം? എല്ലാം ചെയ്തത് കുടുംബത്തിന് വേണ്ടിയാണ്. എന്നാൽ അവർക്കിപ്പോൾ തന്നെ വേണ്ട. ജീവിക്കാൻ എനിക്ക് ഈ പണം വേണം. ഇത്രയും ചിന്തിച്ച വാൾട്ട് പണമെല്ലാം സ്വിമ്മിംഗ് പൂളിലേക്കിട്ട് തീ അണച്ചു. അതേസമയം വാൾട്ടുമായുള്ള ബന്ധം പിരിയാൻ ഉറപ്പിച്ച സ്കൈലർ ഡിവോഴ്സ് ഫയൽ ചെയ്യാൻ ഒരു വക്കീലിനെ ചെന്ന് കണ്ടു. വാൾട്ടുമായുള്ള വിവാഹമോചനം യാതൊരു ബുദ്ധിമുട്ടുകളുമില്ലാതെ വളരെ വേഗം നിയമപരമായി തീർക്കണമെന്ന് അവൾ വക്കീലിനോട് ആവശ്യപ്പെട്ടു. ഈ കാര്യങ്ങൾ ഭർത്താവിന് അറിയാമോ എന്നും അദ്ദേഹം വീട്ടിൽ നിന്നും മാറിയോ എന്നുമുള്ള വക്കീലിന്റെ ചോദ്യത്തിന് വാൾട്ട് ഇന്ന് തന്റെ സാധനങ്ങൾ എടുത്ത് വീട്ടിൽ നിന്നും പൂർണ്ണമായും മാറുമെന്നാണ് ഞാൻ വിചാരിക്കുന്നതെന്ന് സ്കൈലർ മറുപടി നൽകി. കഴിഞ്ഞ ആഴ്ച മാറേണ്ടതായിരുന്നെങ്കിലും വിമാനാപകടത്തിന്റെ അവശിഷ്ടങ്ങളും മറ്റും വീടിന്റെ പരിസരത്ത് വീണതുകൊണ്ട് ആ ഭയപ്പെടുത്തുന്ന സാഹചര്യത്തിൽ തനിക്ക് വീട്ടിലേക്ക് പോകാൻ കഴിഞ്ഞില്ലെന്നും അത്രയും ദിവസം മക്കളോടൊപ്പം സഹോദരിയുടെ വീട്ടിലായിരുന്നു താമസമെന്നും അവൾ വിശദീകരിച്ചു. എന്നാൽ കോടതി മക്കളെ നിങ്ങളുടെ കൂടെ വിടണമെങ്കിൽ സ്വന്തം വീട്ടിൽ തന്നെ താമസിക്കുന്നതാണ് എപ്പോഴും നല്ലതെന്ന് വക്കീൽ അവളെ ഉപദേശിച്ചു. തുടർന്ന് 16 വർഷത്തെ അവരുടെ വിവാഹ ജീവിതത്തെക്കുറിച്ചും ബാക്കിയുള്ള വീടിന്റെ ലോണിനെക്കുറിച്ചും അവർ സംസാരിച്ചു. എന്നാൽ ഭർത്താവിന്റെ ജോലിയെക്കുറിച്ചും മറ്റു സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും വക്കീൽ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ സാമ്പത്തികമായ കാര്യങ്ങളിൽ യാതൊരു പഴുതുകളും അന്വേഷിക്കേണ്ടതില്ലെന്നും അതൊന്നും ആവശ്യമില്ലെന്നും സ്കൈലർ പറഞ്ഞെങ്കിലും വക്കീൽ അത് സമ്മതിച്ചില്ല. പങ്കാളികൾ പരസ്പരം എന്തൊക്കെയാണ് ഒളിച്ചു വെക്കുന്നതെന്ന് പൂർണ്ണമായും അറിഞ്ഞാലേ കേസ് നല്ല രീതിയിൽ മുന്നോട്ടു പോകൂവെന്നും ഒന്നും ബാക്കി വെക്കാതെ എല്ലാം അന്വേഷിച്ച് ഉറപ്പുവരുത്തണമെന്നും അവർ സ്കൈലറിനെ ബോധ്യപ്പെടുത്തി. അതേസമയം വാൾട്ട് സ്വിമ്മിംഗ് പൂളിൽ നിന്നും പണമെല്ലാം എടുത്ത് പൂള് വൃത്തിയാക്കുകയാണ്. അതിനിടയിൽ നേരത്തെ ഫ്ലൈറ്റിൽ നിന്നും വീണ പാവയുടെ കണ്ണ് പൂളിൽ കാണുന്ന വാൾട്ട് അത് പരിശോധിക്കുന്നതിനിടയിൽ ഹാങ്ക് അവിടേക്ക് വന്നു. ആ കണ്ണ് ഹാങ്ക് കാണാതെ പോക്കറ്റിലിടുന്ന വാൾട്ട് ഹാങ്കിനെ സ്വീകരിച്ചു. വാൾട്ട് ഇറങ്ങിയ ശേഷം വീടിന്റെ താക്കോൽ വാങ്ങാൻ സ്കൈലർ അയച്ചതായിരുന്നു ഹാങ്കിനെ. ഹാങ്കിന്റെ സഹായത്തോടെ തന്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വാൾട്ട് വീട്ടിൽ നിന്നിറങ്ങാൻ തുടങ്ങി. ശേഷം വാൾട്ടിനോട് സംസാരിക്കുന്ന ഹാങ്ക് സ്കൈലറും വാൾട്ടും തമ്മിലുള്ള പ്രശ്നം എന്താണെന്നറിയാൻ തനിക്ക് താല്പര്യമില്ലെന്നും തൽക്കാലം അവൾക്ക് കുറച്ച് സമയം കൊടുത്ത ശേഷം എല്ലാം പിന്നീട് ഒത്തുതീർപ്പാക്കാമെന്നും പറയുന്ന ഹാങ്ക് മാറി നിൽക്കുന്നത് രണ്ടുപേർക്കുമിടയിൽ സ്നേഹം കൂട്ടുമെന്നും താൻ എപ്പോഴും വാൾട്ടിന്റെ കൂടെ തന്നെയുണ്ടെന്നും പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ചു. പോകാൻ നേരം തന്റെ പണം നിറച്ച ബാഗ് എടുക്കാൻ വാൾട്ട് ശ്രമിച്ചപ്പോൾ ഹാങ്ക് വാൾട്ടിനെ തടഞ്ഞു. ഒരു നിമിഷം വാൾട്ട് ഒന്ന് ഞെട്ടിയെങ്കിലും നിന്നോട് ഭാരമുള്ളതൊന്നും എടുക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ച് ഹാങ്ക് ആ ബാഗ് എടുത്തു. അതിന്റെ കനം ശ്രദ്ധിക്കുന്ന ഹാങ്ക് ഇതിൽ വല്ല കല്ലുമാണോ എന്ന് വാൾട്ടിനോട് തമാശയായി ചോദിച്ചു. അതിൽ $5 ലക്ഷം ആണെന്ന് വാൾട്ട് പറഞ്ഞപ്പോൾ വാൾട്ടിന്റെ കയ്യിൽ ഒരിക്കലും അത്രയും പണം ഉണ്ടാകില്ലെന്ന് ചിന്തിച്ച ഹാങ്ക്
ബാങ്ക് അതൊരു തമാശയായി കണ്ട് ആ ബാഗ് വണ്ടിയിൽ വെച്ച ശേഷം വാൾട്ടിന്റെ പുതിയ വീട്ടിലേക്ക് പുറപ്പെട്ടു. അടുത്ത ദിവസം രാവിലെ വാൾട്ട് തന്റെ പുതിയ അപ്പാർട്ട്മെന്റിൽ ജോലിക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. പോകുന്നതിന് മുൻപ് വാൾട്ട് തന്റെ വീട്ടിലേക്ക് വിളിച്ചെങ്കിലും ആരും ഫോൺ എടുത്തില്ല. തുടർന്ന് വാൾട്ട് അവർക്കൊരു വോയിസ് മെസ്സേജ് അയച്ചു. എപ്പോൾ വേണമെങ്കിലും തന്റെ മൊബൈൽ ഫോണിൽ വിളിക്കാമെന്നും അത് എപ്പോഴും തന്റെ കൈവശം തന്നെ ഉണ്ടാകുമെന്നും പറയുന്ന വാൾട്ട് തന്റെ പുതിയ അഡ്രസ് അവരെ അറിയിച്ചു. എന്നാൽ അച്ഛനും അമ്മയും തമ്മിൽ എന്താണ് പ്രശ്നമെന്നോ എന്തുകൊണ്ടാണ് അച്ഛൻ വീട് വിട്ടിറങ്ങിയതെന്നോ മകൻ അറിയില്ലായിരുന്നു. ഫോൺ എടുക്കേണ്ട ആവശ്യമില്ലെന്ന സ്കൈലറിന്റെ നിർദ്ദേശം വകവയ്ക്കാതെ അവൻ ഫോൺ എടുത്ത് വാൾട്ടിനോട് സംസാരിച്ചു. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും തനിക്ക് അറിയേണ്ടെന്നും എന്നെ സ്കൂളിൽ വിടാൻ നിങ്ങൾ വരണമെന്നും അവൻ സങ്കടത്തോടെ അച്ഛനോട് പറഞ്ഞു. തന്റെ മകന്റെ വിഷമം മനസ്സിലാക്കുന്ന വാൾട്ട് താൻ അതുവഴി വന്ന് നിന്നെ പിക്ക് ചെയ്യാമെന്ന് അവൻ ഉറപ്പുകൊടുത്തു. മകനോടൊപ്പം സ്കൂളിലെത്തിയ വാൾട്ട് നഗരത്തിൽ നടന്ന വിമാനാപകടത്തെക്കുറിച്ച് സംസാരിക്കാൻ പ്രിൻസിപ്പളിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മീറ്റിംഗിൽ പങ്കെടുക്കുകയാണ്. ആ അപകടം കുട്ടികളിൽ ഉണ്ടാക്കിയ ഭയവും ആശങ്കയും ഇല്ലാതാക്കുക എന്നതായിരുന്നു ആ മീറ്റിംഗിന്റെ ഉദ്ദേശം. കുട്ടികൾ അവരുടെ പേടിയും വിഷമങ്ങളും അവിടെ പങ്കുവച്ചു. ശേഷം അധ്യാപകരുടെ ഊഴം വന്നപ്പോൾ വാൾട്ടും സംസാരിച്ചു. എന്നാൽ വാൾട്ട് സംസാരിച്ചത് തികച്ചും മറ്റൊരു രീതിയിലായിരുന്നു. കുട്ടികളെ ആശ്വസിപ്പിക്കേണ്ടതിനു പകരം ഈ അപകടം നമ്മൾ ഭയക്കുന്ന പോലെ അത്ര വലുതല്ലെന്നും ചരിത്രത്തിൽ ഇതിലും വലിയ അപകടങ്ങൾ സംഭവിച്ചപ്പോൾ നമ്മൾ അതിജീവിച്ച് മുന്നോട്ടു പോയിട്ടുണ്ടെന്നും ഇതും മറന്ന് നമ്മൾ മുന്നോട്ടു പോകുമെന്നും പറഞ്ഞു. വാൾട്ടിന്റെ യാതൊരു വികാരവുമില്ലാത്ത ഈ സംസാരം കേട്ട് പ്രിൻസിപ്പൽ അടക്കം അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. അതേസമയം മേരി സ്കൈലറുമായി സംസാരിക്കുകയാണ്. വാൾട്ടിനെ വീട്ടിൽ നിന്നും പുറത്താക്കിയതിന്റെ കാരണം സ്കൈലർ ആരോടും പറഞ്ഞിരുന്നില്ല. മേരി പല രീതിയിൽ അതിന്റെ കാരണം അവളോട് ചോദിച്ചെങ്കിലും സ്കൈലർ ഒന്നും പറയാൻ തയ്യാറായില്ല. അതിന്റെ കാരണം അറിയാതെ തന്നെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിച്ചാൽ മതിയെന്നായിരുന്നു അവളുടെ പക്ഷം. അപ്പോഴേക്കും സ്കൂൾ കഴിഞ്ഞ് വാൾട്ട് മകനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു. ഇത് നിങ്ങളുടെ വീടാണെന്നും വീട്ടിലേക്ക് കയറാനും മകൻ പറഞ്ഞെങ്കിലും ഇപ്പോൾ അത് ശരിയാകില്ലെന്ന് പറഞ്ഞ് വാൾട്ട് മകനോട് യാത്ര പറഞ്ഞു. വീട്ടിലെത്തിയ അവൻ അച്ഛൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ അദ്ദേഹത്തെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടതെന്ന് ചോദിച്ച് സ്കൈലറിനോട് ദേഷ്യപ്പെട്ടെങ്കിലും അവൾ ഒന്നും പറഞ്ഞില്ല. അതേസമയം റീഹാബിൽ ജെസ്സി പതിയെ തന്റെ ജീവിതം വീണ്ടെടുക്കാൻ ശ്രമിക്കുകയാണ്. ജെയിന്റെ മരണത്തിന് താനും ഒരു കാരണമാണെന്ന ചിന്ത അവന്റെ മനസ്സിലുണ്ടാക്കിയത് അവനോട് തന്നെ തോന്നുന്ന അടങ്ങാത്ത വെറുപ്പായിരുന്നു. അന്ന് രാത്രി അവിടെ നടന്ന ഒരു മീറ്റിംഗിൽ ജെസ്സി എന്താണ് ആരോടും ഒന്നും മിണ്ടാത്തതെന്നും അവന്റെ വിഷമങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കാനും പറഞ്ഞ കൗൺസിലിംഗ് ലീഡറോട് ജെസ്സി ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങൾക്ക് ഈ ഉപദേശങ്ങൾ തരാൻ എന്താണ് യോഗ്യത? സ്വയം അംഗീകരിക്കാനും സന്തോഷമായിരിക്കാനുമൊക്കെ നിങ്ങൾ വളരെ എളുപ്പത്തിൽ പറയുന്നു. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ആരെയെങ്കിലും ശരിക്കും വേദനിപ്പിച്ചിട്ടുണ്ടോ? ഞങ്ങൾ അനുഭവിക്കുന്നത് എന്തെങ്കിലും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഇതിന് മറുപടിയായി അയാൾ തന്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം പറഞ്ഞു. ഒരിക്കൽ തന്റെ ജന്മദിനത്തിൽ കൊക്കൈൻ ഉപയോഗിച്ച് ലഹരിയിലായിരുന്ന അയാൾ കട അടയ്ക്കുന്നതിനു മുൻപ് കുറച്ചുകൂടി മദ്യം വാങ്ങാനായി ഭാര്യയോട് വഴക്കിട്ടു. മദ്യം വാങ്ങാനായി ദേഷ്യത്തിൽ വണ്ടിയെടുത്തപ്പോൾ പുറത്ത് കളിച്ചുകൊണ്ടിരുന്ന 6 വയസ്സുള്ള സ്വന്തം മകളെ അയാൾ വണ്ടിയിടിച്ച് കൊലപ്പെടുത്തി. ആ കഥ കേട്ട് ഞെട്ടിയ ജെസ്സി അയാളോട് ചോദിച്ചു, ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ എങ്ങനെ വെറുപ്പ് തോന്നാതിരിക്കുന്നു? സ്വയം വെറുക്കുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ലെന്നും അത് യഥാർത്ഥ മാറ്റങ്ങൾക്ക് തടസ്സം നിൽക്കുക മാത്രമേ ചെയ്യൂവെന്നും അയാൾ ജെസ്സിയോട് പറഞ്ഞു. അടുത്ത ദിവസം വാൾട്ടിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് ഡിവോഴ്സ് പേപ്പറുകളുമായി സ്കൈലർ വന്നു. അതിൽ ഒപ്പിടാൻ അവൾ ആവശ്യപ്പെട്ടെങ്കിലും വാൾട്ട് അതിന് തയ്യാറായില്ല. നമുക്ക് കാര്യങ്ങളെല്ലാം സംസാരിച്ച് തീരുമാനിക്കാമെന്ന് പറയുന്ന വാൾട്ട് തന്റെ ഭാഗം സംസാരിക്കാൻ കുറച്ച് സമയം തരണമെന്നും എല്ലാം ഞാൻ പറയാമെന്നും പറഞ്ഞപ്പോഴേക്കും സ്കൈലർ വാൾട്ടിന്റെ മുഖത്ത് നോക്കി ഒരു കാര്യം പറഞ്ഞു. നിങ്ങളൊരു മയക്കുമരുന്ന് കച്ചവടക്കാരനാണ്, അതല്ലേ പറയാൻ പോകുന്നത്? ഒരു നിമിഷം വാൾട്ട് എന്ത് പറയണമെന്നറിയാതെ നിന്നെങ്കിലും വാൾട്ട് അത് നിഷേധിക്കാൻ ശ്രമിച്ചു. എന്നാൽ സ്കൈലർ വീണ്ടും സംസാരിച്ചു. പണ്ട് നമ്മുടെ വീട്ടിലേക്ക് വിളിച്ച ജെസ്സി എന്ന പയ്യനുമായി നിങ്ങൾ കഞ്ചാവ് ബിസിനസ് നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ ആശുപത്രിയിൽ അടയ്ക്കാൻ ഇത്രയും വലിയ തുക നിങ്ങൾക്ക് ലഭിക്കില്ല. അതോടെ ഇനി ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കുന്ന വാൾട്ട് താൻ കഞ്ചാവല്ല മെത്താംഫിറ്റമിനാണ് വിൽക്കുന്നതെന്ന് പറഞ്ഞു. എന്നാൽ താനൊരു ഡീലർ അല്ലെന്നും അതുണ്ടാക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും വാൾട്ട് അവളോട് സത്യം പറഞ്ഞു. പക്ഷേ ഇത് കേട്ട് സ്കൈലർ ശരിക്കും ഭയന്നുപോയി. കൂടുതലൊന്നും സംസാരിക്കാതെ അവൾ അവിടെ നിന്നും പോകാനൊരുങ്ങിയപ്പോൾ വാൾട്ട് അവളെ തടഞ്ഞു. എന്നാൽ താൻ ഹാങ്കിനോടോ മക്കളോടോ ഒരിക്കലും ഈ വിവരം പറയില്ലെന്നും പകരം എത്രയും പെട്ടെന്ന് തനിക്ക് ഡിവോഴ്സ് നൽകി തന്റെയും മക്കളുടെയും ജീവിതത്തിൽ നിന്നും പൂർണ്ണമായും മാറി നിൽക്കണമെന്നും അവൾ വാൾട്ടിന് താക്കീത് നൽകിയ ശേഷം അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അന്ന് വൈകുന്നേരം റീഹാബിലെ ചികിത്സകൾ അവസാനിച്ച ജെസ്സിയെ വാൾട്ട് തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവന്നു. കുടുംബത്തിലുണ്ടായ ചില പ്രശ്നങ്ങൾ കാരണം തൽക്കാലം താൻ അവരിൽ നിന്നും മാറി നിൽക്കുകയാണെന്ന് പറയുന്ന വാൾട്ട് കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ മറക്കണമെന്നും അവളുടെ മരണം നിന്റെ തെറ്റല്ലെന്നും പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ചു. എന്നാൽ അവളുടെ മരണത്തിന്റെ ബാക്കി പത്രമായാണ് ആ വിമാനങ്ങൾ കൂട്ടിയിടിച്ചതെന്ന് ജെസ്സി സങ്കടത്തോടെ വാൾട്ടിനെ ഓർമ്മിപ്പിച്ചു. എന്നാൽ ആ അപകടത്തിന്റെ കാര്യത്തിൽ
കൊലപാതകത്തിൽ ജെസ്സിക്ക് യാതൊരു പങ്കുമില്ലെന്ന് പറയുന്ന വോൾട്ട് ഇപ്പോഴും 60കളിലെ ടെക്നോളജി ഉപയോഗിക്കുന്ന നമ്മുടെ വിമാനത്തിലെ റഡാറുകൾ ശരിയായി പ്രവർത്തിച്ചിരുന്നില്ലെന്നും അപകടത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സർക്കാരിനാണെന്നും അവനോട് പറഞ്ഞു. എന്നാൽ വോൾട്ടിന്റെ ഈ ന്യായീകരണങ്ങളൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറാകാതെ ജെസ്സി ഒരു കാര്യം പറഞ്ഞു. നമുക്ക് മുന്നിൽ രണ്ട് വഴികളാണുള്ളത്. ഒന്നുകിൽ വിധിയിൽ നിന്നും ഒളിച്ചോടാം, അല്ലെങ്കിൽ അതിനെ നേരിടാം. നമ്മൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് സ്വയം അംഗീകരിക്കുകയാണ് വേണ്ടതെന്ന് റീഹാബിൽ നിന്നും താൻ പഠിച്ചതായി അവൻ വോൾട്ടിനോട് പറഞ്ഞു. ഞാൻ ആരാണെന്ന് ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ ജെസ്സിയോട് നീ ആരാണെന്ന് വോൾട്ട് ചോദിച്ചപ്പോൾ ഞാനൊരു മോശപ്പെട്ടവനാണെന്നായിരുന്നു ജെസ്സിയുടെ മറുപടി. ഇനിയുള്ള എന്റെ ജീവിതവും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന ഭാവത്തോടെ അവൻ അവിടെ തന്നെ നിന്നു. അടുത്ത ദിവസം ഇനി ഒരിക്കലും മയക്കുമരുന്ന് കച്ചവടത്തിലേക്കില്ലെന്നുറപ്പിച്ച വോൾട്ട് അവസാനമായി ഗസ്സിനെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ പോയി. വോൾട്ട് സംസാരിച്ചു തുടങ്ങുന്നതിനു മുൻപ് ഗസ് വോൾട്ടിനോട് ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് വലിയൊരു തുക ലഭിക്കാൻ പോകുന്ന ഒരു ഓഫർ എന്റെ കയ്യിലുണ്ട്. എന്നാൽ ഗസ് അത് പറയുന്നതിനു മുൻപ് താൻ ഈ പണി എന്നേക്കുമായി നിർത്തുകയാണെന്ന് പറയുന്ന വോൾട്ട് അത് നിങ്ങളോട് നേരിട്ട് കണ്ടു പറയേണ്ട മര്യാദ നിങ്ങൾ അർഹിക്കുന്നത് കൊണ്ടാണ് വന്നതെന്നും പറഞ്ഞു. മാത്രമല്ല ഈ തീരുമാനം തികച്ചും വ്യക്തിപരമാണെന്നും താൻ ഒരു കുറ്റവാളിയല്ല എന്ന യാഥാർത്ഥ്യം താൻ തിരിച്ചറിഞ്ഞുവെന്നും ഈ പണി എനിക്ക് പറ്റിയതല്ലെന്നും വോൾട്ട് ഗസ്സിനോട് തീർത്തു പറഞ്ഞു. ഇതെല്ലാം ക്ഷമയോടെ കേട്ടുനിന്ന ഗസ് തന്റെ ഓഫർ വോൾട്ടിന് മുന്നിൽ വെച്ചു. വെറും 3 മാസത്തേക്ക് തനിക്ക് വേണ്ടി മെത്തുണ്ടാക്കിയാൽ $30 ലക്ഷം പ്രതിഫലം. അതിനുശേഷം നിങ്ങൾക്ക് എന്നേക്കുമായി ഇത് വിടാം. താല്പര്യമുണ്ടോ എന്ന് ഗസ് ചോദിച്ചു. $30 ലക്ഷം എന്ന് കേട്ട വോൾട്ട് ഒന്ന് പകച്ചെങ്കിലും നിലവിൽ മരണം വരെ ജീവിക്കാനുള്ള പണം തന്റെ കയ്യിലുണ്ടെന്നും അതുണ്ടാക്കിയപ്പോൾ തനിക്ക് തന്റെ കുടുംബം നഷ്ടപ്പെട്ടുവെന്നും പറയുന്ന വോൾട്ട് ആ ഓഫർ നിരസിച്ചു. അത് സമ്മതിക്കുന്ന ഗസ് വാൾട്ടിനോട് നന്ദി പറഞ്ഞ ശേഷം അവർ പിരിഞ്ഞു. അതേസമയം നേരത്തെ വോൾട്ടിനെ ഇല്ലാതാക്കാൻ ശപഥമെടുത്ത ആ 2 പേർ അടുത്തുള്ള ഗ്രാമത്തിലെ ഒരു കർഷകന്റെ വീട്ടിൽ നിന്നും വസ്ത്രങ്ങളും മറ്റും മോഷ്ടിച്ചു. അവരുടെ കയ്യിൽ തോക്കുണ്ടായതിനാൽ ആ കർഷകൻ അവരെ ഒന്നും ചെയ്തില്ല. അവരുടെ കാറും മറ്റും അവിടെ വെച്ച ശേഷം സാധാരണ കർഷകരെ പോലെ വേഷം ധരിച്ച് മെക്സിക്കോയിൽ നിന്നും നിയമവിരുദ്ധമായി അമേരിക്കയിലേക്ക് കടക്കുന്ന ഒരു കൂട്ടം കുടിയേറ്റക്കാരോടൊപ്പം വൈക്കോൽ കയറ്റിയ ഒരു ട്രക്കിന്റെ പിൻഭാഗത്തൊളിച്ചിരുന്ന് അവർ അമേരിക്കയിലേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ്. യാത്രക്കിടയിൽ ട്രക്കിൽ അവരോടൊപ്പമുള്ള ഒരു മെക്സിക്കൻ യുവാവ് അമേരിക്കയിൽ പോയാൽ ജോലി കിട്ടുന്നതിനെ കുറിച്ചും മറ്റും സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് അവന്റെ ശ്രദ്ധ അവരുടെ കാലുകളിലേക്ക് പോയി. സാധാരണ വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ കാലുകളിൽ ആ തിളങ്ങുന്ന തലയോട്ടി പതിപ്പിച്ച ബൂട്ടുകൾ ഉണ്ടായിരുന്നു. മെക്സിക്കോയിലെ വലിയ മാഫിയ തലവന്മാരുടെ അടയാളമായ ആ ബൂട്ടുകൾ കണ്ടയുടനെ ആ യുവാവിന്റെ മുഖത്തെ ചിരി മാഞ്ഞു. അതോടെ തങ്ങൾ സാധാരണക്കാരല്ലെന്ന് ആ ട്രക്കിലുള്ളവർ തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലാക്കിയ അവർ 2 പേരും അതിലുണ്ടായിരുന്ന എല്ലാവരെയും വെടിവെച്ച് കൊന്നുകളഞ്ഞു. വണ്ടിയുടെ പിറകിൽ നിന്നും വെടിയൊച്ചകൾ കേട്ട് പുറത്തേക്ക് വന്ന ട്രക്ക് ഡ്രൈവറെയും അവർ കൊന്ന ശേഷം ആ ട്രക്ക് മുഴുവനായും തീയിട്ട് നശിപ്പിക്കുന്ന അവർ ആ റോഡിലൂടെ അമേരിക്ക ലക്ഷ്യമാക്കി നീങ്ങി. അവർ മറ്റാരുമായിരുന്നില്ല, തങ്ങളുടെ സഹോദരൻ ടൂക്കോയെ ഇല്ലാതാക്കിയ ഹൈസൻബർഗിനെ കൊല്ലാൻ വന്ന ടൂക്കോയുടെ കസിൻ ബ്രദേഴ്സായ ലിയോണലും മാർക്കോയുമായിരുന്നു.